നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് പങ്കാളിത്തമുള്ള രണ്ടാമത്തെ സ്ഥാപനമായ ലേക്കർ ഇന്ത്യ കോർപ്പ് അടിമുടി ദുരൂഹതയിലാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് 2023 പ്രവർത്തനം ആരംഭിച്ച ഈ പങ്കാളിത്ത സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതികളും സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമാണ് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രണ്ടുപേർ മാത്രം പങ്കാളികളായുള്ള ഈ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ വീണ തന്നെയാണ് പ്രധാന അധികാരങ്ങളുള്ള മാനേജിംഗ് പാർട്ട്ണർ. സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക, സർക്കാരിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്യുക, ഔദ്യോഗിക കരാറുകളിലും രേഖകളിലും ഒപ്പിടുക തുടങ്ങിയ പൂർണ്ണ ചുമതലകളുള്ള ഓതറൈസ്ഡ് സിഗ്നേച്ചറായി പ്രവർത്തിക്കുന്നത് വീണ തന്നെയാണ്. കോഴിക്കോട് സ്വദേശിയായ അനീസ് കോടമ്പിയത്ത് അറക്കലാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പങ്കാളി. ഇയാൾക്ക് തുല്യ പങ്കാളിത്തമുള്ള ഉടമസ്ഥാവകാശമുണ്ട് എങ്കിലും രേഖകൾ അനുസരിച്ച് സ്ഥാപനത്തിന്റെ സർവ്വ അധികാരങ്ങളും വീണയുടെ പക്കലാണ്. നിയമപരമായ എല്ലാ ഭരണ നിർവഹണ അധികാരങ്ങളും വീണയ്ക്കുള്ളപ്പോൾ മറ്റ് പങ്കാളിയുടെ പേര് ഏത് രീതിയിലാണ് എന്ന ചോദ്യം വ്യക്തമായി തന്നെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക രേഖകളിൽ കാണിച്ചിരിക്കുന്ന മേൽവിലാസത്തിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘത്തിനും മാധ്യമങ്ങൾക്കും ഞെട്ടിക്കുന്ന വിവരമാണ് വ്യക്തമായത്. കോഴിക്കോട് പന്തിരിങ്കാവ് അങ്ങാടിയിലെ ബൈത്തുൽ മുബാറക് ബിൽഡിംഗ് എന്ന കെട്ടിടത്തിന്റെ 1ാം നിലയിലുള്ള ഒരു മുറിയിലാണ് കമ്പനിയുടെ വിലാസം നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ കൃത്യമായും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസോ ജീവനക്കാരോ ഉള്ളതിന്റെ യാതൊരു ലക്ഷണവുമില്ല. കെട്ടിടത്തിന്റെ 1ാം നിലയിലെ ഒരു അടഞ്ഞ മുറിയുടെ ചുമരിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നും GST നമ്പരും കടലാസിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റു ബോർഡുകളോ ഓഫീസിന്റെ ലക്ഷണങ്ങളോ അവിടെയില്ല. കോഴിക്കോട്ടുള്ള ഒരു ഡോക്ടറാണ് മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞ് ഈ മുറി വാടകയ്ക്കെടുത്തിരുന്നത്. കൃത്യമായി വാടക നൽകുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ സ്ഥാപനം തുടങ്ങിയ അന്നു മുതൽ കടലാസിലെ ഈ പേര് മാത്രമാണ് അവിടെയുള്ളത്. തുറന്നു പ്രവർത്തിക്കുന്ന ഓഫീസോ ജീവനക്കാരോ ഇല്ലാതെ അടച്ചിട്ട മുറിയുടെ മേൽവിലാസത്തിൽ കടലാസിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ലക്ഷണമൊത്ത ഒരു ഷെൽ കമ്പനിയാണോ എന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത്. ഇടയ്ക്ക് ചിലർ വന്നുപോയതല്ലാതെ മറ്റു വ്യാവസായിക ഇടപാടുകളോ പ്രവർത്തനങ്ങളോ കണ്ടിട്ടില്ല എന്നാണ് സമീപത്തുള്ള വ്യാപാരികളും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത്. അതേസമയം ഭൗതികമായി യാതൊരു പ്രവർത്തനവും നടക്കാത്ത ഓഫീസാണെങ്കിലും GST വകുപ്പിലെ കണക്കുകൾ അനുസരിച്ച് സ്ഥാപനത്തിൽ കൃത്യമായ നടപടികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം വരെയുള്ള റിട്ടേണുകൾ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും രജിസ്ട്രാർ ഓഫീസ് കമ്പനിയിൽ ലഭ്യമല്ല എന്നതും ദുരൂഹതയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. അടുത്തിടെ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വീണയുടെ ഭർത്താവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലും ലേക്കർ ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഭാര്യയുടെ വിവിധ കമ്പനികളിലെ നിക്ഷേപം വെളിപ്പെടുത്തേണ്ട ഭാഗത്ത് ലേക്കർ ഇന്ത്യയിൽ വീണയ്ക്ക് 10.94 ലക്ഷം രൂപയുടെ നിക്ഷേപവും ആസ്തിയും ഉണ്ട് എന്നാണ് റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ ED അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് ലേക്കർ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ലേക്കർ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുണ്ടായിരുന്ന 15,57,414 രൂപ കഴിഞ്ഞ മാസം ED പൂർണ്ണമായി മരവിപ്പിച്ചിരുന്നു. ഈ നടപടിയോടെയാണ് വീണയുടെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിയത്. എക്സാലോജിക് കമ്പനിക്ക് പുറമെ ലേക്കർ ഇന്ത്യയിലൂടെയും നിഴൽ കമ്പനികളുടെ മറവിൽ വൻതോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. വാടകമുറിയുടെ വിലാസത്തിൽ മാത്രം നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ യഥാർത്ഥ സ്രോതസ് കണ്ടെത്താൻ വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നതാണ് സൂചന. നേരത്തെ റെയ്ഡിൽ അനധികൃതമായി ഒന്നും കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ല എന്നും വസ്തുതകൾ മറച്ചുവെച്ചല്ല വീണ കമ്പനികൾ തുടങ്ങിയതെന്നും ഭർത്താവ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. സ്വതന്ത്ര വ്യക്തിയായ വീണ ബിസിനസ് ചെയ്യുന്നതിൽ ഭരണഘടനാപരമായ തെറ്റൊന്നുമില്ല എന്നാണ് റിയാസ് ചൂണ്ടിക്കാട്ടുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നതാണ് തെറ്റെന്നും അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നാണ് റിയാസ് പറഞ്ഞു വെക്കുന്നത്.